ദൈവമേ, ഉയർത്തെഴുന്നേറ്റ ദൈവമേ, ഉദ്ധിതനായ ദൈവമേ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, തിരുവിലാവിൽ മുറിവേറ്റ ദൈവമേ, കിരീടം ചൂടിയ ദൈവമേ, എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്നു, എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്നു, എല്ലാ വിശുദ്ധ രക്തസാക്ഷികളുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്നു, എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്നു. തിരുമുറുവാർന്ന വലത് കരത്താൽ ഓരോ മകനെയും ഓരോ മകളെയും ഈ നിമിഷം സ്പർശിക്കണമേ. വൈദ അക്കാലം പോലെ ദൈവശക്തിയാൽ അങ്ങയുടെ മക്കള് നിറയട്ടെ. പൈശാചിക ശക്തികള് യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില് തീരാവേദനകള്, ദുരിതങ്ങള്, തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഞങ്ങൾ ബലം പ്രാപിക്കട്ടെ. ഞങ്ങൾ നിത്യപിതാവേ, നിത്യപിതാവേ, അങ്ങേ പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിലെ അങ്ങയുടെ കൈകളെ ഉയർത്തണമേ. എല്ലാ ബലഹീനതകളെ അതിജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിപ്പോകുന്നവരെ, ഞങ്ങളുടെ കുടുംബങ്ങള് സമാധാനം നഷ്ടപ്പെടുന്നവര്, ജീവിതത്തിന്റെ അനുദിന ജീവിതത്തിന്റെ മാർഗമില്ലാതെ വലയുന്നവരെ എന്ത് ചെയ്യണമെന്ന് ഉറപ്പില്ലാതെ ഉഴലുന്നവരെ ഈ നിമിഷം വഴിയും സത്യവും ജീവനുമായ യേശുവിന്റെ നാമത്തില് ബലം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില് സൗഖ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തില് ശക്തിപ്പെടട്ടെ.
അപ്പോൾ അവളിപ്പം മാതാവിനോട് പറയും, മാതാവേ 100-ന് 108 വെച്ചാൽ നമുക്ക് നിൽക്കാപ്പള്ളിക്കളിയില്ല. ഇപ്പം ഈ കാലങ്ങളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കുന്ന ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഉടമ്പടി പ്രയോജനപ്പെടുത്തും. ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ? ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഭയകക്ഷി കരാറ്. ഉഭയകക്ഷി എന്ന് വെച്ചാൽ 2 കക്ഷികൾ തമ്മിൽ. അപ്പോൾ ഉടമ്പടി നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു വ്യക്തിയായിട്ട്, നമ്മളൊരു വ്യക്തിയായിട്ട് ഈക്വലായിട്ട് വരും. ഇത് ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഇക്കണോമിക്സ് അറിയാൻ പറ്റും. ഞാനും ദൈവവും ഇപ്പോൾ ഒരു ഉടമ്പടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ എന്തെല്ലാം പ്രശ്നം വന്നാലും തളരത്തില്ല. എന്താ കാര്യം? ഉടമ്പടിയാണ്, ഉടമ്പടിയിലുള്ളതാണ്. ഇപ്പം മോഡി പ്രധാനമന്ത്രി ട്രംപിനെ പോയി കെട്ടിപ്പിടിച്ചാലും അവർ തമ്മിൽ വലിയ ബിസിനസ് ഡീലൊക്കെ നടത്തിയാലും റഷ്യക്കാരൻ കുലുങ്ങത്തില്ല. എന്താ കാര്യം? നമ്മൾ പത്രക്കാരൊക്കെ പറയും റഷ്യയിൽ നമ്മൾ മാറാൻ പോവുകയാണ്, നമ്മൾ അമേരിക്കയുമായിട്ട് ചേരിൽ വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാലും പുടിൻ അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും കുലുങ്ങത്തില്ല. എന്താ കാര്യം? ഇന്ത്യയുമായിട്ട് വർഷങ്ങളോളം ഒരു ഉടമ്പടിയിലാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഫോറിൻ കണക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടിക്കെതിരാണത്. അത് മോഡി ഒട്ട് ചെയ്യത്തുമില്ലെന്ന് പുടിനറിയാം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഉടമ്പടിയുടെ ഗുണം അതാണ്. ബയലാറ്ററായിട്ടുള്ള ബൈൻഡിങ്ങാണ്, മ്യൂച്വൽ ബൈൻഡിങ് വരും. അപ്പം നമ്മുടെ മുമ്പിലൂടെ എൻ്റെ മക്കളെ എൻ്റെ ദൈവത്തിൻ്റെ വിഷയത്തിലുള്ള ഉടമ്പടി സിമ്പിളാണ്. അപ്പം നമ്മൾ ദൈവദൃശ്യത്തിൽ ഏറ്റിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ദൈവികമായ രീതിയിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ മാനുഷ്യമായിട്ട് രീതിയിലാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ദൈവം ബൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം. പക്ഷേ ദൈവം അതിന് അഡ്ഹിയർ ചെയ്യത്തില്ല, ദൈവം അതിന് വശംവദനാകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിൽ പല കാര്യങ്ങളും ഉഴപ്പും. നിങ്ങളാണെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം മുമ്പാണെങ്കിലും ഉടമ്പടി ഉണ്ടായ കാലത്ത് ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനും പ്രത്യക്ഷീകരണത്തിൻ്റെ ദൈവ ആനുകൂല്യങ്ങൾ ദൈവം ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് നമുക്ക് തരണത്. അപ്പം ഇത് ഉടമ്പടി വേറെ പ്രത്യക്ഷീകരണം വേറെയല്ല, രണ്ടും ഒന്നാണ്. പ്രത്യക്ഷീകരണത്തിന് ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഉടമ്പടി വഴി ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള തനത് അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട് പ്രത്യക്ഷീകരണം. അതുകൊണ്ടാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണം അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. അവരുടെ വ്യത്യാസം ഉണ്ടാകും ഉടമ്പടിയിൽ. നിങ്ങളുടെ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അത് ഈ ലൂപ്പിങ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്കൊരു വിഷയമുണ്ട്, ഓക്കെ, വീടിന് ലോണ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ ജയിലിലാണെങ്കിൽ അവർ പുറത്തിറങ്ങണം, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. ദാറ്റ് മേ ബി അത്. പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ബേസിക്കായിട്ട് എന്താണത്? അത് അമ്മയുടെ പ്രത്യക്ഷീകരണം 2004 ഡിസംബർ 7 സംഭവിച്ച പ്രത്യക്ഷീകരണം. ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് സമയഘടികാരത്തിൽ ചാർത്തിയ ലോകാന്ത്യത്തിൻ്റെ കളർ കാണിക്കുന്ന ഈ പ്രത്യക്ഷീകരണം അത് സഭ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് ഉടമ്പടിയിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണത്തെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വല്ലാത്ത മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വിസ പ്രോസസ്സിങ് നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടണം എന്നും പറഞ്ഞ് ആ ഒരു വിഷയത്തെയാണ്, വ്യക്തിപരമായ വിഷയത്തെയാണ് മാത്രമാണ് നിങ്ങൾ ലിങ്ക് ചെയ്യണമെന്നെങ്കിൽ ഉടമ്പടി കിതക്കും. പറയണ അത്രയ്ക്ക് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് കയറത്തില്ല ഇത്. കാര്യം ഇത് എപ്പോഴും നമ്മൾ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് വരണമെന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതെടുത്ത് മാറ്റിക്കുത്തണം. ഇപ്പം നമ്മൾ ഒരു ലൈൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ലൈൻ കുത്തും. ആ ലൈനും പോയി കഴിഞ്ഞാൽ അടുത്ത ലൈൻ കുത്തും. അതാ 3 ഫേസിൻ്റെ ഒരു ഗുണവതാണ്. അപ്പോൾ നിങ്ങളിത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്ലഗിങ് നടത്തണം. ഇതിൻ്റെ ഒരു മെക്കാനിസം പ്രോപ്പർ പ്ലഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നിങ്ങളുടെ വിഷയവുമായിട്ടാണ് ഉടമ്പടി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങ് അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യത്തില്ല. ഇത് പ്ലഗ് ചെയ്യേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ടാണ് പ്ലഗ് ചെയ്യേണ്ടത്. നിങ്ങളെന്താ ദൈവത്തോട് പറയേണ്ടത്? ഉടമ്പടി എടുത്തുകൊണ്ട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അതാണ് സംഭവം. അപ്പം നിങ്ങൾ മരം അറിഞ്ഞു വേണം കൊടിയിടാൻ. അപ്പം അതുകൊണ്ട് ഈ കൊടി നശിക്കണമെമ്പോൾ മരം നശിക്കണ മരങ്ങളില്ലേ, അങ്ങനെ ഇടത്തില്ല. അത് കൊടിയുടെ കാലം കഴിഞ്ഞാലും മരം നിൽക്കണത് കാണാം. അതിന് മരം അറിഞ്ഞ് കൊടിയിടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് കൊടിയെന്ന് പറയുന്നത് എന്താണ്? കുരുമുളക് കൊടി. കിഴക്കുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, പടിഞ്ഞാറുള്ളവർക്ക് കൊടിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയും കോൺഗ്രസ്സുകാരുടെയും കൊടിയെന്നേ മനസ്സിലാകത്തുള്ളൂ. അപ്പം മരം പറഞ്ഞ് കൊടിയിട്ടെന്ന് പറഞ്ഞാൽ കുരുമുളക് കൊടിയുടെ കാര്യമാണ് പറയണത്. അത് വല്ല കൊന്നപ്പത്തെല്ലാം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ അഭിപ്രായത്തിൽ പ്ലഗിങ് സൂക്ഷിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കാൻ എന്നെ കൂടി അതിൻ്റെ അകത്ത് എൻ്റെ പ്രാർത്ഥന കൂടി അമ്മ സ്വീകരിക്കണം. ദൈവമേ, അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ ഈ പത്രം കൊടുക്കുന്നു, ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നു. അപ്പോൾ ഇതെല്ലാം അപ്പോഴും ജെന്യൂനായിട്ടുള്ളൊരു പ്ലഗിങ് വരും അവിടെ. ജെന്യൂൻ പ്ലഗിങ് വന്നാൽ പിന്നെ നമ്മൾ ഇത്രയും കിതക്കേണ്ട കാര്യമില്ല. ഇപ്പം അതെല്ലാം വളരെ പെട്ടെന്ന് മെക്കാനിക്സായിട്ട് ചെയ്യണ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ മീൻ വെട്ടണം, നമ്മൾ കത്തിയെടുത്ത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ തല ചീവി കാല് വെട്ടി അതിൻ്റെ ചിറക് വെട്ടിയൊക്കെ ഇരിക്കട്ടെ. ഇപ്പം അങ്ങനെ അപ്പം ചൈനയിലൊരു മെഷീൻ കണ്ടില്ലേ, ഒരു മീനങ്ങോട്ട് ഇറക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിക്കഴുകി മെഷീനിങ്ങോട്ട് തരും. ഇപ്പം പോയി അത് മേടിക്കണ്ട, അവിടെ ഇരിക്കുക, ധ്യാനം കഴിഞ്ഞിട്ട് പോവുക. അപ്പോൾ അത് കാലം മാറി. അല്ലെങ്കിൽ നമ്മൾ ഒരു മീനുമായിട്ട് എത്ര നേരം ഇരിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്ലഗിങ് ജെനുവിനാണെങ്കിൽ പെട്ടെന്ന് സ്പീഡപ്പ് ആവും. നമ്മളുടെ കാര്യത്തിനാണിത് വെക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിൻ്റെ അകത്ത് എന്താ കാര്യം? അതുകൊണ്ട് ദൈവം അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ജെനുവിൻ പ്ലഗിങ് ഒരു പ്രധാനപ്പെട്ടതാണ്. അത് ആത്മാർത്ഥമായിട്ട് വേണം ഇത് പ്ലഗ് ചെയ്യാൻ. അത് നിങ്ങളും നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് തോന്നണം. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നത് ദൈവത്തിൻ്റെ ആവശ്യമാണത്. പക്ഷെ അത് നമ്മുടെ ആവശ്യമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകും. ഈ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കാര്യം കുറച്ച് സിമ്പിളാവും. ഞാൻ പറഞ്ഞു റോസ് ബെയിനിയുടെ കാര്യം പറഞ്ഞില്ലേ, റോസ് ബെന്നിയുടെ കാര്യം പറഞ്ഞാൽ ബെന്നി പറയും, എന്ത് ചെയ്യും റോസേ, നമ്മെങ്ങനെ ജീവിക്കും, ഈ മഴയൊക്കെ കണ്ട മഴ മാറുന്ന ലക്ഷണമില്ല എന്നൊക്കെ പറയും. അപ്പോൾ റോസ് പറയും, നമ്മൾ അമ്മയുടെ ഉപ്പല കൊണ്ടുവന്ന് ഇട്ടിരിക്കണത്, അപ്പോൾ ഇതിന്ന് നമുക്ക് തരാതിരിക്കുക, താഴെ പണി ചെയ്യും, കുർബാനെ കൊണ്ട് കാശ് കൊടുത്തിട്ട് എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ എന്ത് ഒരു ക്രൈസിസ് ടൈമിൽ വൈഫ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ വൈഫായിട്ട് അങ്ങോട്ട് മാറുകയാണ്. ഇത് അതായത് ഈ ക്രൈസിസ് ടൈമല്ലേ ഇത്. 9 ഏക്കറുണ്ട്, അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി കടം മേടിച്ചാലേ വിത്ത് കിട്ടത്തുള്ളൂ വിതക്കാൻ വേണ്ടി. അപ്പോൾ ഈ ന്യൂനമർദ്ദം കയറി തലക്ക് മുകളിൽ തൂങ്ങുമ്പോൾ എന്താ പറയണത്, താനത് ഒരു കുർബാനക്കൊണ്ടേ കാശ് കൊടുക്കുക. കുർബാനക്കൊണ്ടേ കാശ് കൊടുക്കാൻ പറഞ്ഞാൽ എന്താണ്, പൂർവികർ ഇല്ലേ നമുക്ക്, അവരുടെ സ്വത്താണല്ലോ നമ്മൾ തിന്നണത്. അത് ബോധമുണ്ടാണ് അതിനെക്കുറിച്ച്. ഇനി അപ്പനും തന്നില്ല, അമ്മാമ്മ തന്നില്ല, അപ്പാപ്പൻ തന്നില്ലെന്ന് പറയരുത്. നമ്മുടെ തടി തന്നെ അവർ തന്നതാണ്. ഇല്ലേ, ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? അതാണ് പൂർവികരുടെ ഇനി ആത്മകാര്യങ്ങളുടെ കാര്യം ഇപ്പോൾ ചെയ്യാൻ പറയും. അതൊക്കെ ഒരു ജ്ഞാനമല്ലേ ഈ റോസ് പറയണത്. എന്നുവെച്ചാൽ അപ്പൂപ്പന്മാർക്ക് ആർക്കെങ്കിലും ദൈവദൃഷ്ടൻ്റെ കടമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും എൻ്റെ കൂടെ പള്ളി വാ. അപ്പോൾ ഉടനെ ബെന്നി പിന്നെ അവർ വിശ്വാസമുള്ളവർ പിന്നെ അവളുടെ വിശ്വാസം കണ്ടപ്പോൾ ബെന്നിക്കും തോന്നി എന്നാൽ അവളുടെ കൂടെ പള്ളിയിൽ പോകാം, കുർബാനയ്ക്ക് പൈസ കൊടുക്കാം. അങ്ങനെ അവർ കൊടുത്ത് അതിൽ ബെന്നി രണ്ടാമത് കൊന്ത് ഇതിന് ചുറ്റും. അപ്പോൾ റോസിന് പണ്ടേ ചെയ്തൊരു പണി കാണിച്ചു കഴിഞ്ഞാൽ
ഈ പാടത്തിൻ്റെ 9 ഏക്കർ അവൾ നടക്കും കൊന്തേലിക്കൊണ്ട്. അത് ഞാറ് ഉണ്ടായ കാലം മുതൽ ചെയ്യണ കാര്യമാണ്. അപ്പം അവരത് ആപ്ലിക്കേഷൻ ചെയ്യണം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കും, ഇത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, നാട്ടുകാരെ കാണിക്കണമെന്ന് ചോദിക്കും. ചില കാര്യങ്ങൾ നാട്ടുകാരെ കാണിക്കണം നമ്മൾ. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്, നമുക്ക് മുടക്കമൊന്നുമില്ല. വീട്ടിൽ ഹസ്ബൻഡിന് അത് മേടിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കഴിക്കില്ലാത്ത സാധനം പുള്ളി മേടിക്കില്ല. കാരണം ഒരാളെ നോക്കി വെച്ചുകൊണ്ട് ഒരാൾ കഴിക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്കതിന് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണത്. വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ നന്നാക്കിയാൽ എൻ്റെ കയ്യിൽ തൊലി പാള പോലെ പൊളിഞ്ഞു പോകും. കൂട്ടിയാൽ നാവ് വരെ ചൊറിയുമായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലുള്ളതാണത്. അങ്ങനെ കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ചൊറിച്ചിൽ കാരണം കൊണ്ട് വാങ്ങിക്കില്ലായിരുന്നു. ഞാനിവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം അയില വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ തന്നെ നന്നാക്കി കറി വെച്ചു, കൂട്ടി. എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഞാനത് കഴിക്കുന്നുണ്ട്. സ്കൂളിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ചേച്ചിമാരയില കറി വെച്ചാൽ എനിക്ക് നേരത്തെ തരുമായിരുന്നു. ഞാൻ പറയും എനിക്ക് വേണ്ട, അലർജിയാണ്, കൂട്ടില്ലാന്ന്. പക്ഷേ ഇപ്പം എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഉടമ്പടി ജീവിതത്തിലെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ, എൻ്റെ ഉപവാസ ജീവിതത്തിൽ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ച മേഖലയാണ് എനിക്ക് പറയാനുള്ളത്. അതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഉപവാസം എടുക്കുമായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചയും ഉപവാസം എടുക്കുമ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. എല്ലാ ചൊവ്വാഴ്ച ഉപവാസം എടുക്കുമെന്ന് വെച്ചാൽ ഞാൻ രാവിലെ 6 മണിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ പിന്നെ വൈകിട്ട് 6 മണിക്ക് ഞാൻ ചായ കുടിക്കുള്ളായിരുന്നു. അപ്പം അങ്ങനെ ഉപവാസം. എന്നിട്ട് എൻ്റെ ആ 2 നേരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ പൈസ ഞാൻ മാറ്റി വയ്ക്കും. ആ 2 നേരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ പൈസ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി എടുക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തു നോക്കി. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഉപവാസമൊന്നും എടുക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. ഞാൻ ഇപ്പോൾ യാക്കോബായ ചർച്ചിലാണ് പോകുന്നതെങ്കിലും ഞാൻ കത്തോലിക്ക മതത്തിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. എനിക്ക് അമ്മയിൽ അവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നു തുടങ്ങിയപ്പോഴാണ് കറക്റ്റായിട്ട് അമ്മയിൽ എനിക്ക് വിശ്വാസം വരാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയത്. അങ്ങനെ ഞാൻ തിങ്കളാഴ്ച വീട്ടിൽ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ വയ്യാന്ന് തോന്നി. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഇത്തിരി ചോറേ ഉള്ളൂ, അത് തിളപ്പിച്ചാൽ പോരെ, ഇനി വേറെ വെക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്ക് നാളെ ഉപവാസം എടുക്കാനുള്ളതല്ലേ, വൈകുന്നേരവും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നീ തളർന്നു പോവില്ല ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ, ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ എന്നെ നോക്കിക്കോളും. എന്നിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ഇത്തിരി ചോറുണ്ടായിരുന്ന് ഞാൻ തിളപ്പിച്ച് വെച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ നീ എന്നെ നോക്കിക്കൊള്ളണം, ഞാൻ നാളെ ഉപവാസമാണ്, എനിക്ക് ആരോഗ്യവും ആയുസ്സും തന്ന് അമ്മ എന്നെ കൂടെ നിർത്തിക്കൊള്ളണം, തളർത്തിക്കളയരുത്, എനിക്ക് ജോലി ചെയ്യാനുള്ളതാണ്, സ്കൂളിലും വർക്ക് ചെയ്യണം, വീട്ടിലും ജോലി ചെയ്യണം, അമ്മ എൻ്റെ കൂടെ നിന്നോളണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ ചോറ് തിളപ്പിച്ച് വെച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ചെന്ന് ഞാൻ ആ ചോറ് ഒരു ചെരുവത്തിലാണ് തിളപ്പിച്ച് വെച്ചത്. അത് നിവർത്തി മൂടി മാറ്റിയപ്പോൾ ഇത്തിരി ഉണ്ടായിരുന്ന ചോറ് ചെരുവം നിറഞ്ഞ് ചോറിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് അടപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പുറകോട്ട് പോയി. ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വന്ന് നോക്കിക്ക്, ഭക്ഷണം അധികമുണ്ട്, ഭക്ഷണം അധികമുണ്ട്. എൻ്റെ അമ്മ എനിക്ക് ചോറ് തന്നു. ഹസ്ബൻഡിനും ഭയങ്കരമായിട്ട്, അന്ന് മുതൽ ഹസ്ബൻഡിനും ഭയങ്കരമായിട്ട് മാതാവിൽ വിശ്വാസം വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ ഉപവാസ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ചോറ് വർദ്ധിപ്പിച്ച് തന്ന്, അന്ന് ഞങ്ങൾ എൻ്റെ മകനും ഉണ്ടായിരുന്നു വീട്ടിൽ, 3 പേരും ഫുള്ളായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധിച്ചു. ഇന്ന് വരെ ഞാൻ ആ ഉപവാസം മുടക്കിയിട്ടില്ല, ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഉപവാസം എടുക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് പത്രപ്രവർത്തനമാണ്. എൻ്റെ പത്രപ്രവർത്തനത്തിൽ ഒത്തിരി മേഖലകളിൽ എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ പുറകോട്ട് പോയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം, മാതാവേ എനിക്ക് പത്രം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതെന്താ ചെയ്യുക. ആദ്യമൊക്കെ ഞാൻ പള്ളികളിൽ പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ പള്ളിയിൽ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ ചേച്ചിമാർ മേടിക്കും. ഇത് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മേടിച്ചിട്ട് ചിലപ്പോൾ അവർ നേർച്ചപ്പെട്ടിയിലിട്ടിട്ട് പോകും, ചിലപ്പോൾ കസേരയിൽ വെച്ചിട്ട് പോകും. ഇങ്ങനെയൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി.
കാരണം ഞാൻ അച്ഛൻ്റെ എല്ലാ ധ്യാനവും കൂടും എല്ലാ ചൊവ്വാഴ്ചയും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും, നിങ്ങൾ പത്രം അലസ്യമായി കഴുത, ഇത് 12 പ്രാവശ്യം വെഞ്ചരിച്ച് തരുന്നതാണ്, നിങ്ങൾ ശ്രദ്ധയോടും അത്ര ആത്മാർത്ഥതയോടും കൂടി പത്രം എല്ലാവർക്കും കൊടുക്കണമെന്ന്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മ കുറേ കടകളാണ് കാണിച്ചു തരുന്നത്. ഞാൻ എല്ലാ ദിവസവും പിന്നെ ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കും. പത്രം വാങ്ങിച്ചിട്ട് ഞാൻ കോലഞ്ചേരിയിൽ എല്ലാ കടകളിലും ഞാൻ പോകും. കടകളിൽ പോകുമെന്ന് വെച്ചാൽ തിരക്കുള്ള കടകളിൽ ഞാൻ കയറില്ല. കാരണം അവർക്കത് തുറന്നു നോക്കാനോ വായിക്കാനോ സമയം കിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ നടക്കും, വെയിലത്താണേലും ഞാൻ ഇങ്ങനെ നടക്കും. അതിന് സമയമെടുത്താണ് ഞാൻ പോകുന്നത്, ചുമ്മാ പോകല്ല, സമയമെടുക്കും പത്രം കൊടുക്കാൻ. അപ്പം ഞാൻ അങ്ങനെ പോയി ഇങ്ങനെ കടകൾ നോക്കി നോക്കി പോകുമ്പോൾ വെറുതെ ഇങ്ങനെ കസേരയിലിരിക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും കാണുമ്പോൾ ഞാൻ കയറി ചെല്ലും. കയറി ചെന്നിട്ട് ഞാൻ പറയും, കൃപാസനം പത്രമാണ്, ഒരു പത്രം തരട്ടെ എന്ന് ചോദിക്കും. അപ്പം അവർ പറയും, തരാൻ പറയും. ഞാൻ ആ കൃപാസനം പത്രം കൊടുത്തിട്ട് അതിനെത്തിലെ സാക്ഷ്യം തുറന്ന് കാണിക്കും. ഞാൻ അവിടെ നിന്ന് ഞാൻ അവരോട് പറയും, കൃപാസനം പത്രം തുറന്ന് കാണിച്ചിട്ട്, ഇത് അമ്മ മാതാവ് കൃപാസനം അൾത്താരയിൽ അവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചവർക്ക് കൊടുത്ത അനുഗ്രഹമാണിത്, അവർ സാക്ഷ്യപ്പെടുത്തിയേക്കണതാണ്, ഇത് നുണയുമൊന്നുമല്ല. ചേട്ടനും ഒന്ന് പോയി നോക്ക്, ചേട്ടന് എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ പത്രം കൊടുക്കുന്നത്. അങ്ങനെ പത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പത്രം ഒരെണ്ണം പോലും ബാലൻസ് വരാതെ ഒത്തിരി പത്രം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പത്രം കൊടുത്ത് ഞാനൊരു ദിവസം കോലഞ്ചേരി വെയിറ്റിംഗ് ഷെഡിൽ വന്നു. വെയിറ്റിംഗ് ഷെഡിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി അവിടെ നിൽക്കുമായിരുന്നു. ഞാൻ ആരെ കണ്ടാലും ഇപ്പോൾ പരിചയപ്പെടും. എനിക്ക് നേരത്തെ അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ ആരെ കണ്ടാലും ഞാൻ ചേച്ചി എവിടെ പോവാണെന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ അടുത്തൊരു ചേച്ചി, ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി എവിടെ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചിയുടെ വീടും സ്ഥലമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കൃപാസനം പത്രം. അപ്പോൾ അത് വളരെ സ്നേഹത്തോടെ തന്നേരെ മോളെ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു. അപ്പോൾ അതെന്നോട് കൃപാസനത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ആ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് ഒരു നോൺ ക്രിസ്ത്യൻ ആയിരുന്നു ആ ചേച്ചി. ആ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ളവർ കൃപാസനത്തിൽ പോയി കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. ആ ചേച്ചിക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വഴിയെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ നിന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. 10-65 വയസ്സ് പ്രായമുള്ളൊരു ചേച്ചിയാണ്. അപ്പം ഞാൻ ആ ചേച്ചിക്ക് ഇതെല്ലാം ഞാൻ അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച്, എനിക്ക് കിട്ടിയ അനുഗ്രഹം, ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആ ചേച്ചിയോട് ഞാനിങ്ങനെ മാതാവിനെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. മാതാവിനോട് പറഞ്ഞാൽ മതി, മാതാവ് നടത്തി തരും. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ നമ്മളോട് വന്നല്ലേ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമ്മളല്ലേ നമ്മുടെ ഹസ്ബൻഡിനോട് എന്നതുപോലെ നമ്മൾ മാതാവിനോട് പറഞ്ഞാൽ മാതാവ് ഈശോയോട് പറയും, ഈ മകൾക്ക് ഇന്നത് വേണം, നീ സാധിച്ചു കൊടുക്കണമെന്ന്. കനായിലെ കല്യാണ വിരുന്നിൽ അമ്മ പറഞ്ഞപ്പോഴല്ലേ ഈശോ വീഞ്ഞ് വർദ്ധിപ്പിച്ചത്, വീഞ്ഞ് ഉണ്ടാക്കിയത് എന്നതുപോലെ ഞാൻ അവരോട് പറയും. അതുപോലെയൊക്കെ ഞാൻ അവരോട് സംസാരിക്കാനുള്ളൊരിത് അമ്മ എനിക്ക് തന്നു. അത് ഈ പത്രം സ്നേഹത്തോടെയൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ നിന്ന് ഞാൻ ആ ചേച്ചിയോട് മാതാവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ അടുത്ത് നിന്ന് 10-65 വയസ്സായ ചേച്ചിക്ക് ഞാനൊരു പത്രം കൊടുത്തു. ആ ചേച്ചി എൻ്റെ അടുത്ത് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് എന്നെ അടിക്കാൻ വന്നു. നിന്നോട് ആര് പറഞ്ഞു അമ്മയോട് പ്രാർത്ഥിക്കാൻ? അമ്മയോടല്ല അധികം പ്രാർത്ഥിക്കേണ്ടത്, ഈശോയോടാണ്. ആ ചേച്ചി മാതാവില്ലാത്ത ആൾക്കാരെന്ന് എനിക്കറിയില്ല. പിന്നെയാണ് ഞാൻ ആ ചേച്ചിയുടെ കഴുത്തിലേക്കും കാതിലേക്കും നോക്കുന്നത്. ആ ചേച്ചി കമ്മലും മാല ഉപയോഗിക്കാത്ത ഒരു ചേച്ചിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ മാതാവിനോട് പ്രാർത്ഥിക്കാത്തവരാണെന്ന്. ഞാൻ ഒരക്ഷരം പോലും മിണ്ടില്ല. ആ കൃപാസനം പത്രം എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ ആ വെറുതെ എവിടെ നിന്നുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ നിന്ന ചേച്ചിയാണ് പറഞ്ഞത്, ചേച്ചിക്ക് ആ പത്രം വേണ്ടെങ്കിൽ തിരിച്ചു തന്നോക്കൂ, എന്തിനാ ഈ കൊച്ചിനെ ചീത്ത പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ആ ചേച്ചി പറഞ്ഞോട്ടെ, എനിക്ക് വിഷമമില്ലെന്ന് തോന്നുന്നു. പിന്നെ ചേച്ചി പത്രം തിരിച്ചു തന്നില്ല. തന്നതല്ലേ, ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ചേച്ചി പോയി. അങ്ങനെ ആ പത്രപ്രവർത്തനത്തിൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മാസം ഇതുപോലെ കോലഞ്ചേരിയിൽ പോയി പത്രം കൊടുത്തു. പത്രം കൊടുത്തപ്പോൾ ഒരു കടയിൽ കയറി ഞാൻ 2 ചേച്ചിമാർക്ക്, ഞാൻ പത്രം മേടിക്കുമ്പോൾ 10 കാശ് രൂപ കൂടി മേടിക്കും. ആ 10 കാശ് രൂപ കുടിച്ച് 10 കാശ് രൂപ മേടിച്ച് ഒത്തിരി സ്നേഹത്തോടെ എന്നോട് കൃപാസനം പത്രം മേടിക്കുന്നവർക്ക് ഞാൻ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ട് തരട്ടെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ അവർക്ക് ആ കാശ് രൂപം കൊടുക്കും. അവർ ഒരുപാട് സ്നേഹത്തോടെ ആ കാശ് രൂപം മുത്തിയിട്ട് അവരത് കയ്യിൽ വെച്ച് അവരുടെ മാലയിൽ അപ്പം തന്നെ ഇടുന്നത് എനിക്ക് കാണാൻ സാധിക്കും. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ 2 ചേച്ചിമാർക്ക് ഒരു പത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ചേച്ചി പറഞ്ഞു ഒരെണ്ണം കൂടി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പത്രം കൊടുത്തപ്പോൾ അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്നോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു കൃപാസനം പത്രം തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, എനിക്ക്
വേണ്ട, ഇത് സൂക്ഷിക്കാൻ പാടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു കൃപാസനം പത്രം സൂക്ഷിക്കാൻ എന്താണ് ഇതിന് മാത്രം പാട്? ചേട്ടൻ ഇത് വായിക്കുക, വായിച്ചു കഴിഞ്ഞിട്ട് ഇത് വേറെ ആർക്കെങ്കിലും, ചേട്ടനോട് ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞു വരികയാണ്, ഈ പത്രം ചേട്ടൻ അവർക്ക് കൈമാറുക. എന്നിട്ട് അവരോട് പറയുക, ആലപ്പുഴ കൃപാസനം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിയുണ്ട്, അവിടെ നിന്ന് പോയി പ്രാർത്ഥിച്ചൊരു ചേച്ചി തന്നതാണ് എനിക്ക്, നിങ്ങളും അവിടെ പോയി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കഷ്ടതകൾ മാറുമെന്ന്. അങ്ങനെ പറഞ്ഞാൽ മതി ചേട്ടാ, ചേട്ടൻ അപ്പോൾ ഒരു പ്രേക്ഷിത വേല ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെയാണ് എൻ്റെ പത്രപ്രവർത്തനം ഞാൻ നടത്തുന്നത്. ഒരു ബുദ്ധിമുട്ടും എനിക്ക് വരാറില്ല പത്രപ്രവർത്തനം. അങ്ങനെ ആ ചേച്ചി എന്നെ അടിക്കാൻ വന്ന് എൻ്റെ പിറ്റേ മാസം ഞാനിവിടെ വന്ന് 8 കെട്ട് പത്രം മേടിച്ചു. ഞാൻ എല്ലാ മാസവും 3 കെട്ട് പത്രമാണ് മേടിക്കാറ്. 2002 ജനുവരി 26 ഇവിടെ വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ മാസവും ഞാനിവിടെ വന്നിട്ടുണ്ട്.